إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും പരമാവധി ജീവിതത്തിൽ പകർത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ ജീവിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ആ ഈമാൻ നമുക്കറിയാം ചോർന്നു പോകാൻ സാധ്യതയുള്ള അത്രയും ദുർബലമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് വരാനിരിക്കുന്ന തരത്തിലാണ് നമ്മുടെ ലോകവും ജീവിതവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ആദ്യമായി വരേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാൻ എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്നിട്ട് പ്രവാചകൻ തുടർന്നു അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിഖദ്രിഹി വ ഖൈരിഹി വ ശർരിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിനെ മാത്രം വിശ്വസിക്കുക, അതോടൊപ്പം അവന്റെ മലക്കുകളെയും അവന്റെ കിതാബുകളെയും അവന്റെ പ്രവാചകന്മാരെയും അന്ത്യദിനത്തെയും അതുപോലെ അല്ലാഹുവിൽ നിന്നുള്ള ഖദറിനെയും വിശ്വസിക്കൽ. ഖൈറും ശർറുമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളതാണ്, അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന അചഞ്ചലമായ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ഈമാൻ.
ഒരു നിലക്കും ഒരു ലെവലേശം പോലും പ്രിയപ്പെട്ടവരെ ആ വിശ്വാസത്തിന് ഒരു ചാഞ്ചല്യവും വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മാനായ റബ്ബിനെ പറ്റി റബ്ബുൽ ആലമീൻ ഈ ലോകത്തെ എല്ലാം അറിയുന്ന, എല്ലാം എല്ലാരെക്കാളും മുമ്പേ അറിയുന്ന, എല്ലാം എല്ലാരെക്കാളും കൃത്യമായി അറിയുന്ന കഴിവുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം അവന്റെ സൃഷ്ടിയാണ്. ഈ ഒരു വിശ്വാസം നമ്മൾ വിചാരിക്കും എന്തിനാ ഇത് പറയുന്നത്, അത് അങ്ങനെ തന്നെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, എന്റെ വിഷയം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനാണ് നമ്മുടെ സർവ്വസ്തുതിയും പോകേണ്ടത്. ആ പടച്ച തമ്പുരാൻ അല്ലാഹു അല്ലാത്തതെല്ലാം അവന്റെ പടപ്പുകളാണെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ഒരൊറ്റ സൃഷ്ടാവാണ് നമുക്കുള്ളത്, ഒരൊറ്റ ദൈവം, ഒരൊറ്റ റബ്ബ്. ബാക്കിയെല്ലാം അതല്ലാത്തതെല്ലാം അല്ലാഹു പടച്ചിട്ടുള്ളതാണ്. അതല്ലാത്തതെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ ആവശ്യക്കാരാണ്. അതല്ലാത്തതെല്ലാറ്റിലും തന്നെ പല ദൗർബല്യങ്ങളും ഉണ്ട്. അവരെല്ലാം അല്ലാഹുവിന്റെ പടപ്പുകൾ മാത്രമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമ്മള് ഭൗതികമായ ആ ഒരു തിരക്കിനിടയിൽ, ഭൗതികമായ സംവിധാനങ്ങളെ ആസ്വദിക്കുന്നതിനിടയിലൊക്കെ ആത്മീയമായ വിശ്വാസ മേഖലകളിൽ നിന്നൊക്കെ നമ്മളൊക്കെ ചെതറിപ്പോകാനും പതറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു ഒരു ഭൂമിയെ പടച്ചു, ആകാശത്തെ പടച്ചു, അതിൽ കുറെ സർവ്വജാലങ്ങളെ, സൃഷ്ടിജാലങ്ങളെ പടച്ചു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധേയമായ ഒരു സൃഷ്ടിജാലമായി മനുഷ്യരെ പടച്ചു. മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള ജീവനുകൾക്ക്, ജീവികൾക്ക് നൽകാത്ത വിവേചന ശക്തി ഈ മനുഷ്യനെന്ന ജീവിക്ക് അല്ലാഹു നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കൂ, നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, നിങ്ങൾ എന്നെ വിശ്വസിക്കുവിൻ, നിങ്ങൾ എനിക്ക് സുജൂദ് നൽകുവിൻ. എന്നിട്ട് പറഞ്ഞു, അവരിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്ക് ആജീവനാന്ത സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശാശ്വതമായ ഒരു ലോകം പടച്ചു വെച്ചിട്ടുണ്ട്. അവിടേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് അവർക്ക് താങ്ങാനാവാത്ത നരകത്തെ പടച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശിക്ഷിക്കുന്നതുമാണ്. ആ നേരത്തെ പറഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഒരിത്തിരി പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. നമ്മളെല്ലാരെയും പടച്ചത് അല്ലാഹുവാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വജാലങ്ങളെയും പടച്ചിരിക്കുന്നത് റബ്ബാണ്. നമ്മൾ കേട്ടിരിക്കുന്ന പല സൃഷ്ടി സംവിധാനങ്ങളുണ്ട്. ആഴിക്കടലിന്റെ അടിയിലുള്ള പല വർണ്ണാഭമായ ലോകങ്ങൾ കടലിന്റെ അടിയിൽ കാണുന്നുണ്ട്. കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ്. ആകാശത്തിന്റെ വിഹായുസ്സിലേക്ക് വട്ടമിട്ട് പറക്കുന്ന, അങ്ങ് ദൂരെ നമ്മുടെ കയ്യിൽ ഒരിക്കലും പിടുത്തം കിട്ടാത്ത, പിടിച്ചിട്ടില്ലാത്ത പക്ഷികളിലെ ഒരുപാട് തൂവലുകളിൽ മനോഹരമായ ഇളം തൂവലുകളെ കൃത്യമായി തിട്ടപ്പെടുത്തി അവിടെ സംവിധാനിച്ചിരിക്കുന്ന റബ്ബ് നമ്മുടെ റബ്ബാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ഈമാൻ. അവിടേക്കാണ് നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും പോകേണ്ടത്. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാശയ്യയിലായിരിക്കെ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മകൻ വലീദ് ഇബ്നു ഉബാദ റഹിമഹുല്ലാഹ് അദ്ദേഹം വരികയാണ്. എനിക്ക് എന്തെങ്കിലും വസിയത്ത് ബാപ്പാ നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉബാദത്ത് ഇബ്നു സാമിത്ത് തന്റെ മകന് വസിയത്ത് കൊടുക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിച്ച കൃത്യമായ ഈമാന്റെ കൃത്യമായ രൂപം അദ്ദേഹം തന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം മകനോട് പറഞ്ഞു, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കും, എന്നെ ഒന്ന് ഇവിടെ ചാരിയിരുത്തി. അദ്ദേഹം ബാപ്പനെ ചാരിയിരുത്തി. എന്നിട്ട് ഉബാദത്ത് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തുടർന്നു, യാ ബുനയ്യ ഇന്നക ലം തജിദ തഅമ ഹഖീഖത്തുൽ ഈമാൻ ഹത്താ തഅലമ അന്നമാ അസാബക ലം യകുൻ ലിയഖ്ഫിയക വഅന്നമാ അഖ്ഫാക ലം യകുൻ ലിയുസീബക. അദ്ദേഹം പറഞ്ഞു, മോനെ, നിനക്ക് യഥാർത്ഥ ഈമാനിന്റെ രുചി അനുഭവിക്കണമെങ്കിൽ, നമ്മളൊക്കെ ഈമാനുള്ളവരാണ്, നമസ്കാരവും സക്കാത്തും ഒക്കെ ഉള്ളതാണ്, പക്ഷേ എന്തെങ്കിലും ഒരു സന്തോഷം
സന്തോഷം വരുമ്പോ, ഒരു ആഹ്ലാദിക്കുന്ന ഒരു മേഖല വരുമ്പോ ആ ആഹ്ലാദത്തിൽ നമ്മൾ അമർന്നു പോവാറുണ്ട്. എന്തെങ്കിലും താങ്ങാനാവാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളുടെ സന്തോഷങ്ങളൊക്കെ അവിടെ നിന്ന് പോവുകയും ഒരു ആത്മാഭിമാനം നഷ്ടപ്പെടുകയും വിശ്വാസം സമാധാനവും നഷ്ടപ്പെടുകയും എല്ലാം തകർന്നുപോയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയും, എന്തൊരു വിദ്യ ഇത്, എന്തൊരു പടച്ചോനായത്, ഇതൊരു വല്ലാത്ത പരീക്ഷണമായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ പരീക്ഷണം എനിക്ക് വേണ്ടിയതായിരുന്നില്ല, എന്റെ മോന് ഇന്ന് മരിച്ചത് അത് ഇന്നായിരുന്നില്ല അവൻ മരിക്കേണ്ടത്. ചില ആളുകൾ പറയും ആ ചെറിയ മോളുടെ കല്യാണവും കൂടി കണ്ടിട്ട് എന്നെ മരിപ്പിച്ചാൽ മതി എന്ന് പറയും. നമ്മൾ അവരെ പറ്റി പറയും അവർ മരിച്ചുപോയി, അവർ രോഗിയായി കിടക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ആ ഇളയ മോളുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഇളയ മോളെ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ച എന്താ കാര്യം, എന്താ ലാഭം? നമ്മൾ വിചാരിക്കാം മനസ്സിലാണ് അവരത് എല്ലാവരും കഴിഞ്ഞ് എല്ലാം ഫ്രീ ആയിട്ടാണല്ലോ മരിച്ചത്. അങ്ങനെയൊന്നും വിചാരിക്കാനുള്ള അവസ്ഥ മരണത്തിലില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് ഏതൊരു വിധി അള്ള ചിലപ്പോ എല്ലാരെയും കല്യാണം കഴിപ്പിച്ചിട്ടേക്ക് ഒരാളെ മരിപ്പിക്കുക, ഒരു വാപ്പനെ. ചിലരെ ഒരാളുടെ വിവാഹവും കാണാൻ സമ്മതിക്കാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരെയും ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം മാറ്റി നിർത്തുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് ചിന്തിക്കാനും സഹിക്കാനും പറ്റാത്ത നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് ഇങ്ങനെ മരിച്ചാൽ പെട്ടെന്നുള്ള മരണം ഇന്ന് വേണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് അത് സംഭവിച്ചത്. ഓൾറെഡി അവർക്ക് അവിടെ ഒരു മരണം നടന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആടെ നടന്നിരിക്കുന്ന വിധി അത് ശരിയായില്ല എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും പറഞ്ഞു പോകാറുണ്ട്. അവിടേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. അദ്ദേഹം പറയാണ്, മോനെ, നിനക്ക് യഥാർത്ഥ ഈമാനിന്റെ രുചി അനുഭവിക്കാൻ സാധിക്കുകയില്ല ഹത്താ തഅലമ അന്നക ഹത്താ തഅലമ. അദ്ദേഹം പറയുകയാണ്, അന്നമാ അസാബക ലം യകുൻ ലിയുഖ്ഫിയക. നിനക്ക് എന്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നിനക്ക് ബാധിക്കാതെ പോകേണ്ടതായിരുന്നില്ല എന്ന് തിരിച്ചറിയാൻ. നമുക്ക് എന്തൊന്ന് സംഭവിച്ചോ അത് ഞമ്മക്കുള്ളതാ, അത് വരുമ്പോഴേ അറിയാം എനിക്കുള്ളതായിരുന്നു. നമ്മൾ വിചാരിക്കും അങ്ങനത്തെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല, അങ്ങനത്തെ പരീക്ഷണം നമുക്ക് ഉണ്ടാവില്ല, ആ രോഗം ഉണ്ടാവില്ല, ആ നഷ്ടം നമുക്കുണ്ടാവില്ല, ആ സ്ഥിതിയും ആ ഗതിയും എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത്രയും സേഫാണ്. നമ്മുടെ കാൽക്കുലേഷനിൽ വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. ആ കട പൊട്ടിപ്പോയാലും ഇവിടെ നിന്ന് എനിക്ക് വരുമാനം കിട്ടും, ആ സ്ഥലത്ത് നിന്ന് പോകേണ്ടി വന്നാലും മറ്റേ സ്ഥലത്തേക്ക് വീടെടുക്കാൻ പറ്റും. ഇങ്ങനെ ഭൗതികമായ എല്ലാ കണക്ക് കൂട്ടലുകളിലും വളരെ വലിയ പ്രത്യാശ വെച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അള്ളാഹുവിന്റെ വിധി കടന്നു വരിക അത് കൃത്യമായ വിധിയാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ നല്ല സുഖമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടച്ചോൻ ഈ പണി തന്നത്. എന്തൊരു പടച്ചോനാന്ന് പറയാത്ത നാവുകളുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അത് നിനക്ക് സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളൂ. അള്ളാഹു സംഭവിക്കണമെന്ന് തീരുമാനിച്ചതല്ലാത്തതൊന്നും നമുക്ക് ആർക്കും സംഭവിക്കുന്നില്ല. അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നീ വിശ്വസിക്കണം. കാര്യം നിനക്ക് അതൊന്നും നിനക്ക് വരാതെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ കുറെ കച്ചവടം ചെയ്യും, രക്ഷപ്പെടൂല. അല്ലെങ്കിലോ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികളെ കൊടുക്കൂല. ചില ആളുകൾക്ക് പെൺകുട്ടികളെ കൊടുക്കും, ആൺകുട്ടികളെ കൊടുക്കൂല. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും 4 ആൺകുട്ടിക്ക് പകരം ഒറ്റ പെൺകുട്ടിനെ അല്ലാഹു തന്നത്, അല്ലാഹു അത് തെറ്റിപ്പോയതാണോ? നമ്മൾ വിചാരിക്കും ആ ഒരു വിധി ശരിയായില്ല, പിന്നെയും പ്രസവിച്ചു അതും പെൺകുട്ടി തന്നെ, അതും ആൺകുട്ടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നിനക്ക് വരാതെ പോയത് അതൊന്നും നിനക്ക് വരാനുള്ളതേ അല്ല, നിനക്ക് വന്നു ഭവിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചതാണത്. എപ്പോ? നിന്റെ ഇവിടത്തെ കളി കണ്ടിട്ടല്ല, ആകാശലോകങ്ങൾ പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഉറച്ച് നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാണ്ടല്ലോ. ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വാച്ച് വീണുപോയാൽ പോലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ വിധിയായിരിക്കും. പക്ഷേ അശ്രദ്ധയും അതേപോലെ അലസതയും കാരണത്താൽ വരുന്നതൊക്കെ അള്ളാന്റെ വിധിയാന്ന് പറയരുത്. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. ആ വാച്ച് ശ്രദ്ധിക്കണം, പുറത്തയച്ചു വെക്കരുത്, നല്ലോണം സൂക്ഷിക്കണം. എന്നിടത്തൊക്കെ തെറ്റിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ലാഹു എന്ത് ചെയ്യും?
ആ പണി തരും. എന്നാലും ഇതൊക്കെയും അള്ളാഹുവിന്റെ വിധിപ്പകർപ്പുകളിലുള്ളതാണ്. കിതാബിലുള്ളതൊന്നും തന്നെ പ്രിയപ്പെട്ടവരെ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. യഥാർത്ഥ ഈമാൻ ഇത് വിശ്വസിക്കുന്നത് വരെ നമുക്ക് നുകരാൻ കഴിയില്ലെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് കലമിനെയാണ്. അർശിന് ശേഷം ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കലമിനെ സൃഷ്ടിച്ചു. ഫഖാല ലഹു ഉക്തുബ്, എന്നിട്ട് പേനയോട് പറഞ്ഞു എഴുത്. ആ സമയത്ത് പേന പറഞ്ഞു, ഖാല റബ്ബി വമാ യക്തുബ്, റബ്ബേ എന്താണ് ഞാൻ എഴുതേണ്ടത്? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു അത്രേ കലമിനോട്, ഖാല ഉക്തുബ് മഖാദിറ കുല്ല ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാറ്റിന്റെയും മഖാദിറുകൾ, ഖദറുകൾ നീ എഴുതുക പേനയെ എന്ന് പേനയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ചു. എന്നിട്ട് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, യാ ബുനയ്യ ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മോനെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി, ഈ വിശ്വാസമല്ലാത്തത് ആരെങ്കിലും വിശ്വസിച്ചാൽ അഥവാ ഇത് വിശ്വസിക്കാതിരുന്നാൽ ഇവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിന് എന്തുകൊണ്ടും സമാധാനമേകുന്ന വിശ്വാസമാണിത്. അവന്റെ സന്തോഷങ്ങളിൽ അവനെ അമിതമായി ആഹ്ലാദിക്കാൻ അവനെ ഈ വിശ്വാസം അനുവദിക്കുകയില്ല. അവനുണ്ടാകുന്ന മുസീബത്തുകളിൽ അമിതമായി വിഷമിച്ച് ജീവിതം മടുക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കുന്ന അവസ്ഥയിൽ, അങ്ങനെ വിചാരിക്കുന്ന ഒരു അവസ്ഥ അയാൾക്ക് വരില്ല. നിങ്ങൾക്കറിയോ, എന്ന് പറയും മോശമായിട്ട് വിചാരിക്കൽ, അത് ദൗർഭാഗ്യമാണ് മനുഷ്യന്റെ. ഒരു വിധി വന്നാൽ, ഒരു വിഷയം സംഭവിച്ചാൽ അല്ലാത്തൊരു, അതായത് ഒരിക്കലും വരാൻ പറ്റാത്തതായിരുന്നു, സംഭവിക്കരുതായിരുന്നു, സംഭവിച്ചത് ഫാൾട്ടാണ്, ഫൗളാണ്, ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്ന് നമുക്ക് വിചാരിച്ചാൽ, ഞാനടക്കം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ പോയി. നേരെ മറിച്ചോ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വിധിയാണ്. ഇതായിരിക്കും അവന്റെ സമയം, ഇതായിരിക്കും അത് സംഭവിക്കേണ്ട ദിവസം എന്നൊന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. എങ്കിൽ അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കും. അല്ല എങ്കിലോ നമുക്ക് മോശമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റബ്ബിനെ പറ്റി മോശം നമ്മൾ വിചാരിച്ച്, ചില ആളുകൾ അനുഭവ പറയുന്നത്, കേട്ടതും കണ്ടതും പറയുന്നത്, ചില ആളുകൾ ചില പരീക്ഷണങ്ങളിൽ പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഇബാദത്തിൽ നിന്നൊക്കെ അവർ പിറകോട്ട് പോകും. കരഞ്ഞു ദുഃഖിച്ച് സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കും. എന്താ കാരണം? ഇന്നെന്ന പരീക്ഷണം വന്നതാണ്. അതുകൊണ്ട് എന്തുണ്ടായി? പള്ളിയിൽ വരാറില്ല, മറ്റുള്ള അങ്ങനെയുള്ള പരിപാടികളിലൊന്നും അയാളെ കാണുന്നില്ല. എന്താ വിഷയം? അയാൾക്കൊരു കുഞ്ഞു മരിച്ചിരുന്നു. ആ കുഞ്ഞു മരിച്ചതിന്റെ പേരിൽ എല്ലാം നിന്നു പോവുകയാണ്, എല്ലാം നിലച്ചു പോവുകയാണ്. ഒരു വലിയ നഷ്ടം വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആളുകളോട് സംസാരിക്കുന്നതിൽ നിന്നൊക്കെ അതൊരു എന്താണ്, അത് ഒരാളുടെ പ്രകൃതമായിട്ട് മനസ്സിലാക്കണം, സമൂഹം മനസ്സിലാക്കണം. അത് കണ്ട് അടുത്ത ആൾ പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ ഈമാനിനെ നമ്മൾ പരിശോധിക്കേണ്ടത്. എന്നാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് റബ്ബിനെ കുറിച്ച് മോശം വിചാരമുണ്ടായേക്കാം, അതിൽ പെട്ടതാണ് നിനക്ക് വല്ല ഖദറുമുണ്ടായാൽ നീ ക്ഷമിക്കും, സഹിക്കും. എന്തെങ്കിലും വിധി വന്നാൽ നമ്മൾ ക്ഷമിക്കും, സഹിക്കും. എന്നാലും നിന്റെ കൽബിൽ നീ വിചാരിക്കുന്നു, ഈ വിധി വല്ലാത്ത വിധിയായി പോയി, ഇത് ശരിയായില്ല, വല്ലാത്തൊരു പടച്ചോൻ, അള്ളാഹു എന്താ ഇങ്ങനെ എന്ന് നമ്മുടെ കൽബിൽ വരുന്നുണ്ടെങ്കിൽ നീ പേടിക്കണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനെ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു, ഏതൊരു വിഷയം വരുമ്പോഴും ശരിയായില്ല, ഏത് ശരിയായില്ല, എന്താ ശരിയാവാത്ത? അള്ളാഹ് വിധിച്ചത് ശരിയായില്ല. അള്ളാഹിനെ കണ്ട് അറിയുന്നവരാണോ ഈ പറഞ്ഞു കൊടുക്കുന്നത്? അല്ലേ? അള്ളാഹിനെ പറ്റി കൃത്യമായ അവബോധമില്ലാത്തവനാണ് അള്ളാഹു വിധിച്ചിരിക്കുന്ന ആ വിധി ശരിയായില്ല എന്ന് പറഞ്ഞു പോവുക. ഇത് നമ്മൾ തിരുത്തണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഏതൊരു വ്യവസ്ഥാ സംവിധാനവും നമുക്ക് ഖൈറാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ഈമാൻ. നിന്റെ റബ്ബ് ഒരിക്കലും ഒരു ശർറും നടപ്പാക്കില്ല, അവന്റെ എല്ലാ തീരുമാനവും ഖൈറാണ്. അപ്പൊ നമ്മൾ ബാപ്പ മരിച്ചത് ഖൈറോ, ഭാര്യയെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോയത് ഖൈറോ, ആകെയുള്ള ഒരു ആൺതരിയെ എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് വാഹനത്തിന്റെ അടിയിലിട്ട് ചതച്ച് കൊന്നു
കൊന്നുകളഞ്ഞത് ഖൈറോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ല് ഇളകുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ നങ്കൂരമിട്ട് അയാളിലേക്ക് വരുമെന്ന്, അയാളുടെ കൽബിളക്കി മറിച്ചു കളയുന്ന രൂപത്തിൽ, അയാളുടെ കൽബകത്തിൽ നിന്ന് അള്ളാനെ പറ്റിയുള്ള എല്ലാം എടുത്തെറിയുമോ എന്ന് പരീക്ഷിക്കുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അയാൾക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതായിരുന്നു വശർറുൻ ലൈസ ഇലൈക, അല്ലാഹുവേ ശർറ് നിന്നിലേക്കുള്ളതല്ല, അല്ലാഹുവിലേക്ക് ശർറ് ചേർത്ത് പറയാനേ പാടില്ല. അതൊരതപാണ്. ഒരു തിന്മയും ഒരു മോശവാക്കും ഒരു മോശം ചിന്തയും അല്ലാഹുവിലേക്ക് വെച്ച് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖദറെല്ലാം ഖൈറാണ്, ആത്യന്തികമായി ഖൈറാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ രീതി നോക്കൂ പ്രിയപ്പെട്ടവരെ. അവരുടെ അന്ത്യ സമയത്ത്, വസിയത്തിന്റെ സമയത്ത് എന്താണ് അവരുടെ മക്കൾക്ക് അവർ വസിയത്ത് നൽകിയത് എന്നറിയുമോ? ദുനിയാവിന്റെ കാര്യങ്ങളാണോ? ഈ കച്ചവടം നന്നായി കൊണ്ടുപോകണം, അവിടത്തെ കച്ചവടം മൂത്ത മോൻ നോക്കണം, ഇവിടത്തെ കച്ചവടം അനിയൻ നോക്കണം, തറവാട് ഈ മോളെടുക്കണം എന്നൊന്നും അല്ലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവരുടെ വസിയത്ത് മുഴുവനും ദീനായിരുന്നു. കാരണം എന്താ? ബാക്കിയെല്ലാം അവിടത്തെ ശരീഅത്തിൽ, അവിടത്തെ നാടും ഭരണാധികാരികളും നടപ്പിൽ വരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ആലോചിച്ചു, നമ്മളൊരു 100 ഏക്കർ സ്ഥലമുള്ള ഒരു വാപ്പ മരിച്ചു. ഇതെന്താക്കണമെന്ന് അയാൾ ആരോടും പറഞ്ഞിട്ടില്ല. അതെന്താക്കണമെന്ന് അയാൾ ആവശ്യമില്ലാത്ത തരത്തിൽ ഇവിടത്തെ സംവിധാനങ്ങൾ കൊണ്ട് വ്യവസ്ഥപ്പെടുത്താൻ നമുക്ക് സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ ഒരു വാപ്പ ആത്യന്തികമായി ചെയ്യേണ്ട ദീനിയായ ഉത്തരവാദിത്തങ്ങളും വസിയത്തുകളും മക്കൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ വാപ്പ ഇതൊന്നും പറഞ്ഞു കൊടുക്കാണ്ട പോയെന്ന് പറഞ്ഞിട്ടൊരു ഭരണ സംവിധാനം മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ എല്ലാ നാട്ടിലും വന്നെന്ന് വരില്ല. വരുമോ? ഒരിക്കലും വരില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ബേജാറാകണ്ട. ഞാന് ആ മുമ്പിലുള്ള സ്ഥലം മൂത്തോനിക്ക് അതിപ്പോ തന്നെ പറഞ്ഞേക്കാം. ഈ ബേക്കിന്ന് ഇളയോൻ വന്നിട്ട് പ്രശ്നമാക്കണം. അത് ഇളയോനിക്കുള്ളതാണെങ്കിൽ ഇളയോനിക്ക് കിട്ടും. അവിടേക്കൊന്നുമല്ല നമ്മൾ പ്രശ്നമാക്കേണ്ടത്. മറിച്ച് ദീനിയായ വസിയത്ത്, അവർ ഭയപ്പെട്ടത് തങ്ങളുടെ മക്കളുടെ ദീൻ നശിക്കുമോ എന്നതായിരുന്നു. കാരണം ദീൻ നശിച്ചിട്ട് അവർ ഈ ദുനിയാവിൽ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു അവരെത്ര സമ്പത്തുണ്ടാക്കിയിട്ടെന്താ, കുലീനത ഉണ്ടാക്കിയിട്ടെന്താ, അഡ്രസ് ഉണ്ടാക്കിയിട്ടെന്താ, പദവി ഉണ്ടാക്കിയിട്ടെന്താ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ എത്ര കോടീശ്വരന്മാരുണ്ട്. ഇതര വിശ്വാസികളിൽ ഒരുപാട് ആളുകളിൽ നമ്മൾ ആരെങ്കിലും അവരെ നെഞ്ചേറ്റുന്നുണ്ടോ? ആരെങ്കിലും അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാ? അവർക്ക് എവിടെ, അവർക്ക് വിശ്വാസപരമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. അവർ മരണത്തോടുകൂടി അവരെന്താവുകയാണ്? മരിച്ചു പിരിയാണ്. വേറൊന്നുമില്ല അവർക്ക് പിന്നീടുള്ള ലോകത്ത് അവർ മുഴുവൻ പരാജയത്തിലേക്ക് പോവുകയാണ്. മരിച്ച് ദീനുള്ള ഒരു മനുഷ്യൻ അവൻ എന്ത് സമ്പത്ത് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, സൽമാനുൽ ഫാരിസിയെ പോലെ രാജപുത്രനാവട്ടെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെ കോടീശ്വരനാകട്ടെ, മിസ്അബ് ബിൻ ഉമൈറിനെ പോലെ സമ്പന്ന കുടുംബത്തിൽ ജനിക്കട്ടെ, അതുപോലെ അബൂ തൽഹത്തുൽ അൻസാരിയെ പോലെ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടീസ് ഉള്ള ധനാഢ്യനാവട്ടെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ ഉദാരത കൊണ്ട് സമുദ്രം കണക്കെ ഉദാരത കൊണ്ട് ധന്യനാക്കിയ ധനാഢ്യനാവട്ടെ, അവരൊക്കെയും എന്താ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, ബദറിൽ പങ്കെടുത്തവർ, രണ്ടുമുള്ളവർ. ചിന്തിച്ചു നോക്ക്. അല്ലാത്ത ദുനിയാവിന്റെ അവസ്ഥ എന്താ? ദുനിയാവ് കെട്ടിപ്പടുത്തിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ദീനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എങ്ങനെ ദുനിയാവിൽ മാത്രം പല ആളുകളുടെയും ദീന് പോലും നുരുമ്പിപ്പോകുന്നത് അവർ ദുനിയാവിനെ ചേർത്ത് വല്ലാതെ പിടിക്കുമ്പോഴാണ്. ദുനിയാവിൽ നമ്മളൊരു യാത്രക്കാരനാണ്. ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് പോലെ 10-60 കൊല്ലം ഈ ഭൂമിയുടെ മണൽത്തരപ്പിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാകും. അവിടെ ജീവിക്കാൻ ഉതകുന്ന അധ്വാനം നമുക്ക് വേണ്ടി വരും. നമുക്ക് നമ്മുടെ സാംസ്കാരികമായ നമ്മളുടെ എല്ലാവിധ ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇബാദത്തുകൾ വേണ്ടി വരും. അതോടൊപ്പം ദമ്പതി വേണ്ടി വരും, മക്കൾ വേണ്ടി വരും. അതൊക്കെയും ഒരു യാത്രക്കാരൻ ഒരു സത്രത്തിൽ തങ്ങിക്കിടക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം കുടിക്കുന്നത് പോലെ, ഒരൽപ്പം ഒരു ചെറിയ ബിസ്ക്കറ്റ് വാങ്ങുന്നത് പോലെ, ഒരു തോർത്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് പോലെ ഈ ദുനിയാവിലെ ഈ സംവിധാനങ്ങൾ 10-60 കൊല്ലം നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്, നമ്മുടെ യാത്ര തുടരുകയാണ്. ആ എത്താനിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായ ഏറ്റവും രസകരമായ രുചികരമായ സ്ഥാനത്ത് നമ്മൾ എത്തണമെങ്കിൽ ഈ യാത്രയിൽ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങും പ്രവർത്തനങ്ങളും നിർവഹിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ പ്രിയപ്പെട്ടവരെ, മൻ ഫാതകുമു സ്വലാത്തുൽ അസ്ർ ഫകഅന്നമാ ഊതിറ അഹ്ലഹു വമാലുഹു. ഒരു നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ സമ്പത്ത് മുഴുവനും അവന്റെ സന്താനം മുഴുവനും നഷ്ടപ്പെട്ടവനെ പോലെയാണ് എന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓരോ
ഓരോരുത്തരും അവന്റെ ദീന് മുഴുവനും ദുനിയാവിന്റെ തുച്ഛമായ താല്പര്യത്തിന് വേണ്ടി തൊലച്ചു കളയുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാടുകളിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അവസാന കാലത്ത് യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യദീഉദീനഹു ലിഅറബിൻ മിന ദുനിയ, രാവിലെ മുഅ്മിനായവൻ വൈകിട്ട് കാഫിറാവുകയാണ്. അതേപോലെ തന്നെ വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ ആവുമ്പോഴത്തേക്ക് കാഫിറായി പോകും. അത് നിഷേധിയായി പോകും. ഒരു ചെറിയ ഈമാൻ കുറഞ്ഞ സമയത്തേക്ക് അല്പം കഴിയുമ്പോഴേക്ക് ആ ഈമാൻ ഉരുമ്പിപ്പോകുന്ന അവസ്ഥയിലാണ് പല ആളുകളും. എന്നിട്ട് പറഞ്ഞു, തുച്ഛമായ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി തന്റെ ദീനിനെ വിറ്റുകളഞ്ഞ കാലം വരും. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അല്ലാഹു മരണം വരേക്കും അവന്റെ ദീനിൽ നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ദുനിയാവിന്റെ ചെറിയ കാര്യത്തിനായിരിക്കും അത്രയും കാലം നമ്മൾ ഉറപ്പിച്ച് കൂട്ടിപ്പിടിച്ച ദീന് ചിലപ്പോൾ കൂടെ പൊട്ടിച്ചായും. അങ്ങനെയാണ്. ചില ആളുകൾ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് വളർന്നവരായിരിക്കും. 10-45 കൊല്ലം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏതെങ്കിലും ഒരു രോഗം വരും, അവർ ഹോമിയോപ്പതി, അലോപ്പതി, അങ്ങനെ പ്രകൃതി ചികിത്സ, ദുനിയാവിൽ എന്തൊക്കെ ചികിത്സാ സംവിധാനങ്ങളും ശാസ്ത്ര മേഖലകളുമുണ്ടോ അവിടെയൊക്കെ പോയിട്ട് മാറാതെ വന്നാൽ പിന്നെ അയാൾ ആത്മീയമായിട്ട് അയാളെ ബാധിക്കും. ശാരീരികമായി ബാധിച്ച സാധനം ആത്മീയമായ മേഖലയിലേക്ക് വരും. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ആളുകൾക്ക്, നാട്ടുകാർക്കൊക്കെ ഇങ്ങനത്തെ രോഗങ്ങളുണ്ടെങ്കിൽ അവർ ഇന്നേടത്ത് പോയപ്പോൾ മാറിയിട്ടുണ്ട്, ഇന്ന ആളെ കണ്ടപ്പോ, ഇന്ന ചരട് കെട്ടിയപ്പോ എന്നൊക്കെ കേൾക്കുമ്പോ ഇത് മാറണല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാത്ത ആളുകളിലേക്ക് നമ്മൾ പോയി. അത് നമ്മളെല്ലാരും പേടിക്കണം. ആത്യന്തികമായ നരകമാണ്. ഒരു കോംപ്രമൈസും ഇല്ലാതെ അയാൾ നരകത്തിൽ സ്ഥിരവാസിയാകുന്ന അവസ്ഥയിലേക്ക് അയാൾ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാവരും തന്നെ പലരുടെയും വസിയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണാശയിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് മക്കളോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? വസിയത്ത് ചെയ്യുന്നത് പോലെ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം ഞാൻ അഥവാ മരണപ്പെട്ടു പോയാൽ മക്കളെ നിങ്ങൾ ആരെ ആരാധിച്ചിട്ടാ ജീവിക്കുക? ബാപ്പ ചോദിക്കുക മക്കളോട്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ മരിച്ചാലും നമ്മളെ കുട്ടികൾ വള്ളിയും നമ്മളെ ഈ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരായി പ്രവാചകൻ അറിയപ്പെട്ടവരെ? ആ യാക്കൂബ് നബി ചോദിക്കുക മക്കളോട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ ആരെയാണ് മരിക്കുക? എന്താണ്? റബ്ബിനെ അല്ലാതെ ഒരാളോടും അവർ ദുആ ചെയ്യില്ല. ഒരു നബിയോടും ഒരു വലിയോടും ഒരു മലക്കിനോടും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഏത് സ്ഥിതി വന്നാലും, ഏത് ദുർബല പരീക്ഷണങ്ങളിൽ നമ്മൾ വല്ലാതെ ആടിപ്പോയാലും ശരി, അല്ലാത്തൊരാളിൽ നിന്ന് ഒരു പരിരക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ചലനം പോലും പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. എന്താണ് നബിയെ പറയുക? ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവരിൽ ഒരാളെയും പങ്കു ചേർക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നിന്റെ മക്കൾ തെറ്റുമെന്നാ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ ഭയപ്പെടണം. ആളുകൾ പറയും, ഇതിനായി തൗഹീദ് ഇവരിങ്ങനെ പറയുന്നത് വെറും തൗഹീദ, സുഖമില്ലാത്തടത്തും തൗഹീദ്, പ്രളയം വന്നാലും തൗഹീദ്, ഭൂകമ്പം വന്നാലും ഭൂമി കുലുങ്ങിയാലും ഒരു തൗഹീദ പറയുക, ഒരിക്കതൊന്നും പറഞ്ഞുകൂടാ. ആളുകൾ ചിന്തിക്കാറുണ്ട്, കേൾക്കുമ്പോ ഞമ്മക്ക് തോന്നും പറയും പോലെ ഇപ്പൊ ഇയാൾ അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കറിയോ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം പോകുമ്പോ എനിക്കൊരാളെയും കൂടി തരുമോ റബ്ബേ എന്ന് ചോദിച്ചപ്പോ ഹാറൂനെയും കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു. ഖുർആനിലില്ലേ, ഹാറൂൻ ബാക്കി നിൽക്കെ, എല്ലാവരും കേൾക്കണം, മുകളിലുള്ളവർ താഴെയുള്ളവർ സഹോദരിമാർ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച് ഹാറൂൻ ഈ ഭൂമിയിൽ ബാക്കി നിൽക്കെ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ച ഗംഭീരമായ മുഅ്ജിസത്തുകൾ കണ്ട് അന്താളിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ചവർ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ സൗഖ്യങ്ങളിൽ വല്ലാതെ അർമാദിച്ച് ജീവിച്ച ആളുകൾ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ച മുഅ്ജിസത്ത് ആകാശലോകങ്ങളുടെ റബ്ബ് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യമായപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് വന്നവർ, ഇസ്ലാമിലേക്ക് വന്നവർ, ആ കടലിന്റെ മുന്നിൽ ആ തിരമാലകൾ കൊണ്ട് വല്ലാതെ വിപ്ലവം സൃഷ്ടിച്ച കടലിന്റെ തിരമാലകൾക്ക് മുന്നിൽ മൂസയും ചെറുസംഘവും കുടുങ്ങിയപ്പോ, മൂസ നീ ആ വടിയെടുത്തൊരടി കൊടുക്ക് എന്ന് പറഞ്ഞപ്പോ
അള്ളാഹു ഉണ്ടാകും മൂസയോട്. ആളുകൾ പറയുന്നുണ്ട് മൂസ ഫിർഔനും കിങ്കരന്മാരും പിന്നാലെയുണ്ട്, ഏത് നിമിഷവും അവർ നമ്മളെ ആക്രമിച്ചേക്കും, എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മൂസ ഒറ്റ വർത്താന പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബേജാറാണ്ട, അല്ലാഹ് ഒറ്റ വാക്ക്, പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ചെങ്കടൽ പിളർന്നു, അവർ കടന്നു പോയി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നാലെ ഫിർഔനും കൂട്ടരും വന്നു, മൂക്കി അങ്ങോട്ട് കൊന്നു കളഞ്ഞു. ഇതൊക്കെ കണ്ടവരാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. എന്ത് ചെയ്യാണ്? അവരൊരു പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങി. ഒരു പശുക്കുട്ടിനെ ആരാധിക്കാൻ മാത്രം അവരെ ഈമാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ഈമാൻ നുരുമ്പിപ്പോകരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അടിക്കടിയായിട്ട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. കതബല്ലാഹുൽ മഖാദിറൽ ഖലായിക ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന വഅർശുഹു അലൽ മാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു ആകാശഭൂമികളെ പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമികളുടെ മുഴുവൻ പടപ്പുകളുടെയും ഖദർ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2024 ഇന്നത്തെ ദിവസം ഈ മിമ്പറിൽ ആരാണ് ഖുതുബ പറയേണ്ടത് എന്ന് കഴിഞ്ഞ മാസം അല്ല തീരുമാനിക്കുന്നത്. 50,000 വർഷങ്ങൾ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. പലരും രോഗികളായി വിശ്രമത്തിലാണ്, പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലേ? ഈ സൊഫിലിരുന്ന യുവാക്കൾ അല്ലേ 2-3 മാസം മുമ്പ് മരിച്ചവരും, പ്രിയപ്പെട്ട സഹോദരിമാർ സജീവമായി പള്ളിയിൽ വന്നവർ രോഗികളായിട്ട് കിടക്കുന്നുണ്ട്. ചിലർ മരിച്ചു പിരിഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു. മറക്കരുത്, നമ്മളവരെ ഒരിക്കലും മറക്കരുത്. അവർ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആദ്യത്തെ ഏറ്റവും വലിയ സുഹൃത്തവരായിരിക്കും. അല്ലേ? അവരില്ലാത്തത് കൊണ്ടാണ് മറ്റൊരു സുഹൃത്തിലേക്ക് നമ്മൾ പോയത്. അവളില്ലാത്തത് കൊണ്ടാണ് മറ്റൊരു പെണ്ണിനെ നമ്മൾ ഭാര്യയാക്കിയത്. അയാളില്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കേണ്ടി വന്നത്. അല്ലേ? ഓരോന്നും ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഓരോന്നും ആലോചിച്ച് നോക്ക്. എന്നാൽ ഇത്തരം വലിയ പരീക്ഷണങ്ങൾ നങ്കൂരമിട്ട് വരുമ്പോൾ സഹാബാക്കൾക്കും അമ്പിയാക്കൾക്കും വന്ന പരീക്ഷണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് വന്നിട്ടില്ല. അവർ പിടിച്ചു നിന്നത് എവിടെയാ? ഇതൊക്കെയും ഹൈറാണെന്ന് നിസ്സംശയം അവരെന്ത് ചെയ്തു? ഉറപ്പിച്ചങ്ങട് കളഞ്ഞു. അംർ ഇബ്നു ജമൂഹ് കാല് മുറിക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞു. കാല് കേട് വന്ന് പൊഴുത്തപ്പോ കാല് മുറിക്കാൻ വേണ്ടി ഇന്നത്തെ അനസ്തേഷ്യ, അന്നത്തെ ഒരു പച്ചില മരത്തിലെ ഇലകളുടെ നീരുകൾ എടുത്തിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് കുടിപ്പിക്കാൻ പോകുമ്പോ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ്? വേദന അറിയാതിരിക്കാനാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വേദന അറിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലവർ മുറിച്ചു. അവിടുത്തെ വിശ്വകരന്മാർ ഡോക്ടർമാർ കാല് മുറിച്ച്, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, 4 തുണിക്കഷ്ണത്തിന്റെ ഉള്ളിൽ വെച്ച് അംർ ഇബ്നു ജമൂഹിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഒരാൾ ഒരാഗതം വന്ന് പറയുന്നുണ്ട്, അംറേ വല്ലാത്തൊരു പരീക്ഷണമാണ്, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യവും കൂടി പറയാൻ വന്നതാ. നിങ്ങളുടെ ഒരു മോൻ മരണപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആർക്കെങ്കിലും താങ്ങാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണീര് തുടക്കുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ട മോൻ മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ആര് പറയാണ്? റസൂലുള്ളാഹിന്റെ സന്തത സഹചാരി പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച ഈ സന്തത സഹചാരി പറയാ, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് അല്ലാഹ് 5-6 മക്കളെ തന്നിട്ടുണ്ട്, ഒരാളല്ലേ പോയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നവുമില്ല. എല്ലാം റബ്ബ് തന്നതാ, എല്ലാം റബ്ബിലേക്ക് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം സമാശ്വസിച്ചു എന്ന് ചരിത്രങ്ങളിൽ വായിക്കുമ്പോൾ ഒരു മുഅ്മിനിന്റെ കണ്ണും നനയാതെ പോയില്ല പ്രിയപ്പെട്ടവരെ. ആ വിധിയിൽ വിശ്വസിക്കുന്ന അചഞ്ചലമായ ഈമാനാണ് എന്റെ ഖുതുബ കേൾക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും വരേണ്ട ഈമാനായി. നമ്മൾ പതറും, ഞാനടക്കം പതറും. എന്റെ വീട്ടിൽ ആളുകൾ മരിക്കുമ്പോ ഈ ഖുതുബ പറഞ്ഞ ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് കരഞ്ഞേക്കും. പക്ഷേ ഈമാൻ അതാണ്. എന്താ? എല്ലാം നടക്കും. അതൊക്കെ അല്ലാഹുവിലേക്കാണ്. ഇതെല്ലാം ഒരു 10,000 രൂപയുടെ ഒരു ഫോണ് ഒരു സെക്കൻഡ് വെച്ച് പൊട്ടി ഡിസ്പ്ലേ പോയി ഡെഡാകുന്നത് പോലെ നമ്മുടെ കയ്യിൽ കളിക്കൊഞ്ചലുകളായി നിൽക്കുന്ന മക്കളും നമ്മുടെ പ്രിയപ്പെട്ട നമ്മളുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രിയപ്പെട്ട ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ ഇളയും ഏത് നിമിഷവും നഷ്ടപ്പെടുമ്പോൾ എന്നാണോ നഷ്ടപ്പെടുന്നത് അന്ന് വരേക്കായിരുന്നു എന്റെ റബ്ബാ കിതാബിൽ ആ ആളെനിക്കുള്ളത് എഴുതി രേഖപ്പെടുത്തി തന്നേക്കായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله.
അള്ളാഹുവിന്റെ വിധികളിൽ മനസാന്നിധ്യത്തോടെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രൗഢമായ ആയത്താണ് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരുപാട് വിശദീകരിച്ചതാണ് ഇവിടെ. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് അല്ലാഹു ഖുർആൻ പറയുന്നു. ഇതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലും അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 59ാമത്തെ വചനത്തിൽ പറയാണ് വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അല്ലാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പക്കലാണ് അദൃശ്യത്തിന്റെ താക്കോൽ. അവനല്ലാതെ അവയെക്കുറിച്ച് കരയിലും കടലിലുമുള്ളതെല്ലാം ഒക്കെയും അള്ളാഹു അറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഒരിലയും ഒരിലയും തന്നെ അവൻ അറിയാതെ കൊഴിഞ്ഞു വീഴുന്നില്ല. നിങ്ങൾ നോക്കിയേ, ബാംഗ്ലൂരിലെ ഒരു മരത്തണലിൽ നമ്മൾ കാറ് നിർത്തിയിട്ട് കുത്തുബക്ക് വന്നവരല്ലേ പ്രിയപ്പെട്ടവരെ. കാറിന്റെ മുകളിലും വൈപ്പറിലും ആയിരക്കണക്കിന് ഇലകളും തുമ്പുകളും നമ്മൾ കാണുന്നതാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരിലയും അല്ലാഹ് അറിയാണ്ട് വീഴുന്നില്ല. എല്ലാ ഇലയും കൺട്രോളിലാണ്. എല്ലാ ഇലയും പറഞ്ഞ സമയത്തല്ലാതെ വീഴില്ല. എല്ലാ ഇലയും പറഞ്ഞ സമയത്ത് വീണിരിക്കും. അതിന് കാറ്റും വേണ്ട, മഴയും വേണ്ട, വീണിരിക്കും. അത് അല്ലാഹുവിന്റെ കൺട്രോളിലാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ എന്ന് പറയണേ. വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അർള്. ഒക്കെയും അല്ലാഹു അറിയുന്നു. ഒരിലയും തന്നെ അതവൻ അറിയാതെ കൊഴിഞ്ഞു വീഴുന്നില്ല. ഭൂമിയുടെ അന്ധകാരത്തിലുള്ള ഒരു ധാന്യമണിയാവട്ടെ, ഭൂമിയുടെ അടിയിലുള്ള ഒരു ധാന്യമണിയാവട്ടെ, അത് അല്ലാഹു പറയാണ് ഈറമുള്ള, അതായത് നനവുള്ളതാവട്ടെ, അത് ഉണങ്ങിയതാവട്ടെ, അല്ലാഹുവിന്റെ സ്പഷ്ടമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാത്തതില്ല എന്ന് പറയാ. ഒരു ചെറിയ അരിമണി ഉണ്ടല്ലോ, നമ്മൾ തിന്നു, ചിലത് വിത്തിനായിട്ട് പോയി. നമ്മൾ ചിന്തിച്ചു നോക്കി, എല്ലാറ്റിനെ പറ്റി ഓരോ ഭൂമിക്കടിയിലേക്ക് പോയതിനെയും മേലെ പോയതിനെയും നനഞ്ഞതിനെയും ഉണങ്ങിയതിനെയും എല്ലാം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്. അത് സ്റ്റോക്ക് ബുക്കിൽ സാധനം ഉണ്ട് ഫുള്ള്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് തേങ്ങയൊക്കെ ഉണങ്ങിയാൽ, ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം, തേങ്ങയെല്ലാം ഉണങ്ങിയാലും നമുക്ക് ആ തേങ്ങ പൊളിക്കുന്ന സാധനം കൊണ്ടും പൊളിക്കാൻ കഴിയില്ല, കൊടുവാളുകൊണ്ട് പൊളിക്കാൻ. അവസാനം നമ്മൾ ഒഴിവാക്കുക ചെയ്യും. എന്താ പറയാ, മരക്കഷ്ടമല്ല, പാറക്കട്ട പോലെയാകുന്ന തേങ്ങയിലാണ് കുറച്ചു ദിവസം കഴിഞ്ഞാല് നമ്മളിങ്ങനെ ചുറ്റിയാല് എതള് പൊട്ടുന്ന രൂപത്തിൽ മുള പൊട്ടി വരും. കൊടുവാള് കൊണ്ട് പൊട്ടിയിട്ട് വളരാത്തത്, വിരൽ കൊണ്ട് ചുറ്റിയാൽ പൊട്ടിപ്പോകുന്ന ചെറിയ നാമ്പുകളതാ അതിനിടയിലൂടെ പൊട്ടിപ്പൊളിച്ച് വരുന്നത് കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് വലിയ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് പൊളിക്കാത്ത തേങ്ങയെ ആരാ പൊളിച്ച് വകമാറ്റി അതിന്റെ ചിരട്ടയും മടലും ഒക്കെ മാറ്റിയിട്ട് ചെറിയൊരു എതളിങ്ങനെ പൊളിച്ചു വരികയാണ്. ആരാ കഴിവ് കൊടുക്കുന്നത്? കൊടുവാളിന് കൊടുക്കാത്ത, ഇരുമ്പിന് കൊടുക്കാത്ത കഴിവ് ആ ചെറിയ ഇതളിന്, പൊട്ടിമുളച്ചു വരുന്ന ആ ചെറിയ തൈയുടെ ചെറിയ കൂമ്പിന് ആ കഴിവ് കൊടുക്കുന്നത് ആരാ പ്രിയപ്പെട്ടവരെ? ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ വേസ്റ്റ് ആക്കി വെക്കുന്ന ഉണങ്ങിപ്പോകുന്ന ചില പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിന്റെയും വിത്തുകൾ പിന്നീട് വൻ മരങ്ങളായിട്ട് മാറിയത് നമുക്ക് പറയാനുണ്ടാകും. ആരാ അതിനങ്ങനെ ആക്കുന്നത്? ആ റബ്ബാണ്, നമ്മുടെ റബ്ബ്. ആ റബ്ബിന്റെ വിധി പ്രകാരമാണ് ആ മരം മുളച്ചതുപോലെ, ചില തേങ്ങകൾ കറിയായതുപോലെ, ചില തേങ്ങകൾ തെങ്ങായതുപോലെ, ചില കോഴിമുട്ടകൾ ഈ തിന്നതുപോലെ, ചില കോഴിമുട്ടകൾ കോഴികളായതുപോലെ നമ്മളും ചിലപ്പോൾ അതുപോലെയായിരിക്കും. കുറച്ചു കാലം ഉണ്ടാകും, നമ്മുടെ കുടുംബം ബാക്കിയാകും. ചിലർക്ക് അത് ഉണ്ടാവില്ല, ചിലർ കുറെ കാലം നിൽക്കും, ചിലർ കുറച്ചായി. എല്ലാം അള്ളാഹുവിന്റെ കൃത്യമായ പ്ലാനിങ്ങിലാണ്. എല്ലാം എല്ലാവർക്കും ഹൈറാണ്, എല്ലാവർക്കും ഹൈറാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് വിധിയിൽ വിശ്വസിക്കുക എന്ന ഈമാനിന്റെ അവസാനത്തിൽ നമ്മൾ നെഞ്ചേറ്റുന്നത്. അതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏത് സംവിധാനത്തിൽ 100 റുപ്യ വരുമാനമുള്ളവരും ജീവിക്കാൻ പറ്റും, 1 ലക്ഷം വരുമാനമുള്ളവരും ജീവിക്കാൻ പറ്റും. രണ്ട് സമയത്തും അയാൾ ഈമാനുള്ള ആളാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ തെറ്റും.
100 ഈമാനുള്ള 1 ലക്ഷം ഉള്ള ഈമാൻ പോകും. 100 ജമാഅത്തിന് വന്നോ 1 ലക്ഷം വരുമാനമുള്ള നിസ്കാരം നിർത്തും. അവിടുത്തെ അവസ്ഥയിലേക്ക് വരും. ഈമാൻ ഉണ്ടെങ്കിലോ രണ്ടും തുല്യതയിൽ കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ഏതൊരു വിധി വരുമ്പോഴും നമ്മൾ ആരും തളർന്നു പോകരുത്. എല്ലാവരും തളരും, നമ്മൾ ദുർബലരാണ്. പക്ഷെ വിശ്വാസത്തിന്റെ മേഖലകളിൽ ഇത് അള്ളാന്റെ വിധിയാണെന്നും 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹ് വിധിച്ചതാണെന്നും അതൊക്കെ അള്ളാഹുവിന്റെ കിതാബിലുണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. എങ്കിലേ ഏതൊരു പരീക്ഷണത്തിലും പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കാൻ, വിശ്വാസപരമായിട്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ പരീക്ഷകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പേടിയാണ് ഭരണകൂടങ്ങൾക്ക് ഒരു കുട്ടിയെ തോൽപ്പിക്കാൻ. എന്താണ്? ആ കുട്ടി മരിച്ചു കളയാണ്. ആ കുട്ടി മരിച്ചു കളയാണ്. എല്ലാം A+ കിട്ടിയ ആൾക്ക് ഒരു A ആയി പോയാൽ ഓനെ പഠിപ്പിക്കാൻ പോവാണ്, ഓനെ പേടിപ്പിക്കാൻ പോവാണ്. SLC പോലും പാസ്സാകാത്ത മാതാപിതാക്കൾ അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. കുട്ടികളെ എവിടെ പോയടാ എന്റെ 2 മാർക്ക് എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണ് മാതാപിതാക്കൾ. 10 മാർക്കാണെങ്കിലും ഓനെ പിടിച്ച് കെട്ടി കൂട്ടി പിടിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മളെ ബീജത്തിൽ പറഞ്ഞവനാവും, നമ്മളതല്ലാത്തതൊന്നും അവരുടെ അടുത്ത് വരാനില്ല എന്ന് വിശ്വസിക്കാൻ കഴിയണം. അങ്ങനെ ഏതും പ്രിയപ്പെട്ടവരെ പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിരമിച്ചു പോയ, മരണപ്പെട്ടു പോയ, പിരിഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്ത് അവന്റെ ജന്നാത്തുൽ നഈമിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളുള്ള ആളുകൾക്ക് അള്ളാഹു പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. ഏതൊരു പരീക്ഷണത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിച്ച് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആശകൾ, നല്ല ആഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയിലൂടെ നടത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ عذاب النار والحمد لله رب العالمين. السلام عليكم.